ഗണേശ പ്രതിഷ്ഠയും നിമജ്ജനവും എന്തിനു വേണ്ടി? അതിന്റെ ഐതിഹ്യത്തെക്കുറിച്ചാണ് നോക്കുന്നത്. പാർവതി ദേവിയുടെ നിർദ്ദേശപ്രകാരം അസുരന്മാരാൽ പൊറുതിമുട്ടിയ ദേവന്മാർ കളിമണ്ണിൽ ഗണേശ വിഗ്രഹം നിർമ്മിച്ച് പൂജിച്ചു. അതിൽ പ്രസന്നനായ ഗണേശ ഭഗവാൻ അസുരന്മാരെ യുദ്ധം ചെയ്ത് നിഗ്രഹിച്ചു. നിഗ്രഹത്തിനു മുൻപ് അസുരന്മാർ തങ്ങൾ ഇനി മനുഷ്യന്മാരിൽ അവരറിയാതെ ജീവിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചു. ഭഗവാൻ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ആരാണോ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ചതുർത്ഥി നാളുകളിൽ തന്നെ മണ്ണിലുണ്ടാക്കി പൂജ ചെയ്യുന്നത് അവരിൽ നിന്നും അസുരന്മാർ ഒഴിഞ്ഞു പോകണമെന്ന നിബന്ധനയും വെച്ചു. ആയതിനാൽ ഈ കാലയളവിൽ കളിമൺ വിഗ്രഹം നിർമ്മിച്ച് പൂജിക്കുന്നവരിൽ അസുരഗണങ്ങൾ ഒഴിഞ്ഞുപോയി ഐശ്വര്യം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. മറ്റൊരു വിശ്വാസപ്രകാരം മഹർഷി വേദവ്യാസൻ മഹാഭാരതം രചിക്കാൻ ഗണേശ ഭഗവാനെ ക്ഷണിക്കുകയും മഹാഭാരതം എഴുതാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗണേശ ചതുർത്ഥി നാളുകളിൽ വേദവ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങിയെന്നും അങ്ങനെ ഗണപതി ഭഗവാൻ മഹാഭാരതം എഴുതാൻ തുടങ്ങിയെന്നും വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ തുടർച്ചയായി 10 ദിവസം നിർത്താതെ എഴുത്തു തുടർന്നു. ഈ 10 ദിവസം കൊണ്ട് ഭഗവാന്റെ മേൽ മുഴുവൻ അഴുക്ക് പടർന്നു. അത് വൃത്തിയാക്കാനായി 10ാം ദിവസം ഭഗവാൻ സരസ്വതി നദിയിൽ കുളിച്ചു. ഈ ദിവസമാണ് അനന്ത ചതുർദശി ആയിരുന്നു എന്നാണ് വിശ്വാസം. ഈ ഐതിഹ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഗണേശ പ്രതിഷ്ഠയും നിമജ്ജനവും എല്ലാം നടക്കുന്നത്.